വേദന മാറിയാ? ഓക്കെ ആയോ? കയ്യിലെന്താ പറ്റിയേ? ആര് കുത്തിവെച്ചേ? ആരാ? പറയ്. ഡോക്ടറോ? നേഴ്സല്ലേ? നേഴ്സാണോ? പല്ല് കാണിച്ചു കൊടുത്തേ. ഈ കാണിച്ച്. വേദന മാറിയാ? സൂപ്പർ ആയിട്ടിരിക്കണ്ടാ? വീട്ടിൽ പോവണ്ടേ? ഡോക്ടറുകൾ വീട്ടിൽ പോക്കോളാൻ പറഞ്ഞാ? ചാക്കോ ഹാപ്പിയാണോ? പനിയുണ്ടോ? മാറൂട്ടാ. അപ്പേരോട് ഇരിക്കാനോ? അപ്പേനെയാണോ ഇഷ്ടം? ഷിയാൻ കൈ കാണിക്കൂ. ടോരയുണ്ട് ടോര. മാറൂട്ടാ. ഇപ്പൊ ഊരൂട്ടാ ചേച്ചി വന്നിട്ട്. എന്നിട്ട് എവിടെ പോവും? വീട്ടിൽ പോക്കോളാൻ പറഞ്ഞ? വീട്ടിൽ പോക്കോളാൻ പറഞ്ഞോ? ലവ് യു പറയും എല്ലാരോടും. ഞാൻ ഓക്കെ ആന്ന് പറയും. ഡബിൾ ഓക്കെ? ഹാപ്പിയാണോ? ഇങ്ങനെ കാണിക്ക്. തംസപ്പ് കാണിക്ക്. എങ്ങനെ? ഓക്കെ ആണോ സിയാൻ? ഡോക്ടറുകൾ എന്താ പറഞ്ഞ? ഗുഡ് ബോയ് ആന്ന് പറഞ്ഞോ? എന്ത് ചെയ്ത്? ഡോക്ടറോ? ആ പാവം മനുഷ്യന്റെ കാര്യം നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നണേ? എവിടെ എവിടെ നോക്കട്ടെ. അത് തൊടണ്ട. നിക്കറെവിടെ? നിക്കറൊക്കെ ഊരിയിട്ടിരിക്കുന്നെന്ത്? വീട്ടിൽ പോണ്ടേ? എവിടെ പല്ല് കാണിച്ച്? അവിടെ ഒട്ടി മാറ്റാൻ പശ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. അവരാ ട്യൂബ് കഴിഞ്ഞിട്ടുണ്ട്. ഷിയാന്റെ പല്ലുവേദന പോയാ? അവൻ ചെയ്തോളൂ. ഹോർലിക്സ് കുടിച്ചാ? ഹാപ്പിയാണോ? ചിരിക്കി. ചിരിച്ച്. അയ്യേ, ഇങ്ങനെയാണോ സിയാൻ ചിരിക്കുക? ഡോണിന്റെ മടിയിൽ ഞാനിരുന്നാലോ? അത് പറ്റില്ലല്ലേ? ഞാൻ ഡോണിന്റെ മടിയിൽ ഇരുന്നോളാം. ബൈക്കിലെന്തിട്ടാ? സ്കൂളിൽ പോയാലോ? ടൈം കിഡ്സ് കൊണ്ടാക്കിയിട്ട് പോകണ്ടോണോ? ടൈം കിഡ്സിൽ പോക്കോ? മോല് ചാക്കോന്റെ ഫ്രണ്ടിന്റെ പേരെന്താ ചാക്കോ? മോനെ വീഴല്ലേ? ഏത് ഫോട്ടോയോ? ടോയ്സ് ആണോ? അപ്പയോട് പറയും ഇതിനകത്ത് ഉണ്ട്, എടുത്തു തരാൻ പറയും. ഡോണിനെ വിളിക്കേ. ഡോൺ ഇരുന്ന് ഉറങ്ങണം നോക്ക്. റിട്ടേൺ ഗിഫ്റ്റ് കൊണ്ട് ഇപ്പോഴാ ഗുണം ഉണ്ടായത്. ഉള്ളില് മറ്റേ ക്യാമറയുണ്ട്. ക്യാമറ. സിയാൻ ചൊറിഞ്ഞു പൊട്ടിക്കാണ് സിയാൻ ഓരോന്നും. നോക്കൂ. അമ്മയുടെ പ്രായം നല്ല 30ാമത്തെ വയസ്സിൽ ക്രയോൺസ് വെച്ച് കളിക്കണു. ചാക്കോ ഡ്രോ ചെയ്യാൻ പോവാ. വാവ്. ചാക്കോന്റെ സ്കൂളിലുണ്ടോ ക്രയോൺസ്? ബനാന. യെല്ലോ. വേർ ഇസ് യെല്ലോ? ഈശോ, യെല്ലോ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. ഏത് കളറാ അത്? യെല്ലോ. ഈസ് ഇറ്റ് യെല്ലോ? ഹെൽപ്പ് ചെയ്യണോ? ഇന്നലെ ഹെൽപ്പ് ചെയ്താ ഞാൻ അങ്ങനെ ആപ്പിള് വരച്ചത്. എവിടെ? യെല്ലോ കാണാനില്ല. അപ്പയോട് പറയാ വരയ്ക്കാൻ. അപ്പ വെറുതെ ഇരിക്കുക. അപ്പയോട് 2 വര വരയ്ക്കാൻ പറയാം. അപ്പ നൈസായിട്ട് മുങ്ങാണ്. സിയാൻ നോക്കടാ, അപ്പ ഹെൽപ്പ് ചെയ്തടാ. ഗ്രീൻ. Where is green? Show me. പയം. അത് ബ്രൗൺ കളർ അല്ലേ? തെറ്റിയെടുത്തോ? എന്തോ? ഗ്രീൻ. കളേഴ്സ് പറഞ്ഞു തരുമോ ചാക്കോ? ചാക്കോ വാവ്. അതിനകത്തുണ്ട്. അമ്മ വരച്ചു തരാം, പക്ഷെ അമ്മയ്ക്ക് കളേഴ്സ് പറഞ്ഞു തരണം. ഓക്കെ? ഇതില് ചാക്കോ പിടിച്ചേ. ഇതേതാ കളറ്? അമ്മ ചോദിക്കാം. ചാക്കോ ഇതേതാ കളറ്?
ഇത് ഏതാ കളറ്? പറയേ, ഇത് ഏതാ കളറ്? Purple. Okay. Which color is this? Yellow. Look at here. Brown. Brown. Wow. Which color is this? Sian, look at here. Orange. Very, very good boy. Look at here. Yeah. Appa kulichittu varum. Blue. Blue. This one? Brown. ഇത് നോക്ക്, ശരിക്കും നോക്ക്. Brown. Black. Black. This one? Blue. Okay. Then this one? Green. Very, very good boy. This color? White. Yeah. Very, very good boy, Sian. Okay? Sian, സ്കൂളിൽ പോണ്ടേ? Sian, how are you? Waiting. Are you happy? Yeah. Oh no, it's okay. Amma will help you. Okay? One. White. എത്ര കളേഴ്സ് ഉണ്ടെന്ന് ക്യാൻ യു കൗണ്ട്? കൗണ്ട് ചെയ്ത് എത്ര കളേഴ്സ് ഉണ്ട് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിക്കേ. അയ്യോ, കൗണ്ട് ചെയ്തേ. ഇത് ഇവിടെ ഇങ്ങനെ തൊട്ട് തൊട്ട് കൗണ്ട് ചെയ്തേ. കൗണ്ട് ചെയ്യേ. കള്ളാ മടിയാ. ചാക്കോ, എല്ലാരോടും താങ്ക് യു പറഞ്ഞേ പ്രാർത്ഥിച്ചതിന്. ഇവിടെ നോക്കിയിട്ട് പറയേ. താങ്ക് യു, ലവ് യു പറയും. ഞാൻ ഓക്കെയാന്ന് പറയും. ഞാൻ വീട്ടിൽ പോകുന്നു പറയുന്ന. വീട്ടിൽ ചെന്നിട്ട് കാണാന്ന് പറയും. ചെറിയ പനി ഉണ്ടെന്ന് പറയും. മരുന്ന് കുടിക്കുമെന്ന് പറയും. മരുന്ന് കുടിക്കണോ കുത്തി വെക്കണോ? കുത്തി വെക്കണോ? അതോ മരുന്ന് കുടിക്കുവോ? സിറപ്പ് കുടിക്കില്ലേ? ഗുഡ് ബോയ് ആണല്ലേ ചാക്കോ? ഗുഡ് ബോയ് അല്ലേ ശരിക്കും? ചക്കരെ അറേഞ്ച് ചെയ്ത് വെക്കാണ്. ചാക്കോ ബൈ ബൈ. സേ ബൈ ബൈ. See you. Take care. Love you. Mwah. Umma 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 umma. 1 2 3 4. കുട്ടി വേറെ വൈപ്പിലാണ് അല്ലേ? അപ്പൊ കണ്ടല്ലോ, നമ്മുടെ ചാക്കോ ഉഷാറായിട്ടുണ്ട് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊരു പനി ഇങ്ങനെ മിന്നി മാഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ഡോക്ടർ റൗണ്ട്സിന് വന്നിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്കിന്ന് വീട്ടിൽ പോവാം. ഇനി ഫുഡിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും. നമ്മൾ രാവിലെ വരെ ചെറിയൊരു കൺട്രോൾ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു വായുടെ കണ്ടീഷൻ മാറിയിരിക്കുന്നതുകൊണ്ട് അവനൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് ഭംഗിയിൽ കഴിഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഭംഗിയിൽ കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട്, ചാക്കോയ്ക്ക് എന്താണ് പറ്റിയത്, എന്തിന്റെ സർജറിയാണ്, അല്ലെങ്കിൽ എന്തിന് ഈ ഒരു പോണ പല്ലിനെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ. ചാക്കോച്ചന് ചെയ്തത് ഒരു ചെറിയൊരു ഡെന്റൽ സർജറി പോലെ ചെയ്തതാണ്. വേറെ ഒന്നുമല്ല, അവന്റെ പല്ലിന് കേടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പല്ല് മാത്രമേ ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പല്ല് നോക്കാം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അതും ഡോക്ടർ പറഞ്ഞു എനിക്കത് പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ, ക്ലീൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ എത്രത്തോളം അത് അഫക്റ്റഡ് ആണെന്നുള്ളത്. തുറന്നു നോക്കിയപ്പം 4 പല്ലും പണിയാണ് കേട്ടോ. താഴത്തെ ഈ പല്ല്, ഈ പല്ല്, മുകളിലത്തെ ആദ്യത്തെ അണപ്പല്ല് 2 എണ്ണമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ക്യാപ്പ് ചെയ്തു. സ്റ്റീൽ പല്ല് പാച്ചുവിന്റെ പാച്ചുവിന് 5 പല്ലായിരുന്നു, ചാക്കോയ്ക്ക് 4 പല്ല്. ഏകദേശം രണ്ടുപേരുടെയും ഒരു ഹെൽത്ത് കണ്ടീഷൻസ് സെയിം ആണ് ഞാൻ നോക്കിയിട്ട് കേട്ടോ. അപ്പോ അതാണ് ചെയ്തത് കേട്ടോ. പല്ലിന്റെ അവന് കേട് വന്നതുകൊണ്ടാണ്. പിന്നെ അവന്റെ പ്രായം, നമ്മൾ തന്നെ എത്ര സിറ്റിംഗ് ഇരുന്നാലാണ് റൂട്ട് കനാൽ ചെയ്ത് തീർക്കാൻ പറ്റുക. ഒരു മാക്സിമം 2 ബാച്ചൊക്കെ ഇരുന്നെങ്കിലും പിന്നെ പേടിയായി തുടങ്ങി. അപ്പം ചാക്കോനെ സംബന്ധിച്ച് ചാക്കോ അതിനേക്കാളും ചെറുതാണ്. അപ്പം അതെന്തായാലും നടക്കില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പോയത് കേട്ടോ. അവന് ഇഞ്ചക്ഷൻ അല്ല അനസ്തീഷ്യ കൊടുത്തത്. എനിക്ക് ആ നോഡ് മാറ്റാൻ ചെയ്ത സെയിം മറ്റേ മാസ്ക് വെച്ചിട്ടുള്ള സാധനമാണ് ചാക്കോയ്ക്കും ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചവരോട്, അവന് 3 വയസ്സാവണതേ ഉള്ളൂ. ഇനി പോവാനുള്ള പല്ലാണ്, സത്യമാണ്. പക്ഷെ ഈ പഴുപ്പിരുന്ന് വേരിലേക്ക് ഇറങ്ങി
ഭയങ്കരമായിട്ട് സിവിയർ ഇഷ്യൂസിലേക്കൊക്കെ പോകും. പണ്ടൊക്കെ പറിച്ചു കളയായിരുന്നു. നമ്മുടെ പല്ലൊന്നും കേടായി അത് പറിച്ചു കളയും. പക്ഷെ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലും സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങിയത്. വേറൊന്നുമല്ല, നമ്മുടെ പല്ല് ഇപ്പോഴേ പറിച്ചു എന്ന് വിചാരിക്കാം, ഓട്ടോമാറ്റിക്കലി പല്ലിന്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്സ് ആവും. ഈ ഒരു 2 ഗ്യാപ്പ് എന്തായാലും ഇവിടെ കാണുമല്ലോ. ചിലപ്പോ വീഴും 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 വീഴും. എവിടെ പോവാ? ഇവിടെ അമ്മേ അടുത്ത് തരാം കേട്ടോ. അങ്ങനെ ഗ്യാപ്പ് കൂടും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ സയൻസ് വളരുന്നതിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വളരും. ഇപ്പൊ നമ്മളെ പാച്ചുവിന് കേട്ടപ്പോഴും ആദ്യം എന്ന് പറഞ്ഞു. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോ അത് അതിന്റെ ശരിയാന്ന് തോന്നി, ചെയ്തു. അതുകൊണ്ട് തന്നെ ചാക്കോന്റെ കാര്യത്തിൽ എനിക്ക് ഇത് എന്താവും എന്നുള്ള ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ. എന്തോ യു വാണ്ട് ബൺ? ബാ തരാം, ബാ. എന്റെ മോനെ കൈ കൊണ്ട് പറ്റില്ല. ബണ്ണ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അത് കുറെ പേർക്കുള്ള ഒരു കൺസേൺ ആയിരുന്നു. 2-3 കുറെ പേരല്ല, കുറെ പേർക്ക് കാര്യം മനസ്സിലായി. എന്താ ചാക്കോ ഇവിടെ? ചാക്കോ ഹായ് പറഞ്ഞേ. ഞാൻ ഓക്കെ ആയിന്ന് പറയും. ഓക്കെ ആയി. ക്യാമറ കാണിക്കാനാ? ബാ. ഇഷ്ടായെന്ന് ചോദിക്കേ. സൂപ്പർ അല്ലേന്ന് ചോദിക്കേ. ഞാൻ വീട്ടിൽ പോകുന്നു പറയും. ഓക്കെ ഓക്കെ, കളിക്കും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അവന് 2.25 വയസ്സായിട്ടേ ഉള്ളൂ. ഒരു 7 വയസ്സ് വരെ ഈ പല്ല് പോണ വരെ നമുക്കത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴേ ഓൾറെഡി അത് സിവിയർ കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്. നമ്മുടെ ഉണ്ടായിരുന്ന സമയത്ത് ആരോഗ്യം കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ആരോഗ്യത്തിന്റെ ഉപരി അവരുടെ രീതികളൊക്കെ മാറി. റുട്ടീൻസ്, നമ്മൾ ചെയ്യുന്ന റുട്ടീൻസ് ഒന്നും അല്ല അവർ ചെയ്യണത്. അപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോ വേറെ നിവർത്തിയില്ല. പോവാറാകുമ്പോൾ അത് തന്നെ ഇളകി പൊക്കോളൂ കേട്ടോ. നമ്മളതിന് അതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പല്ലിളകി പോകുമ്പോൾ പൊക്കോളും. ചാക്കോനെ സംബന്ധിച്ച് ചാക്കോയ്ക്ക് ഇനിയും ഒരു 5 വർഷം 4 വർഷം 5 വർഷം ഉണ്ട് പല്ല് പോവാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് കുട്ടീനെ വേദനിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പല്ലത് പഴുത്ത് വേറെ സീനിലേക്ക് പോയാലും നമുക്കത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ അതൊന്നും വരാതെ എപ്പോഴും നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ ഡോക്ടറിനോ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യില്ല. അമ്മക്കായാലും മക്കൾക്കായാലും ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മളത് ഏതൊരു എക്സ്റ്റെന്റ് പോയി നമ്മളത് ചെയ്യും. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ പാച്ചിന്റെ കാര്യം വന്നപ്പോഴും നമ്മൾ കുറെ ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻസ് എടുത്തിട്ടാണ് ലാസ്റ്റ് നമ്മൾ തരയും ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നത്. കാരണം ഇത് പീഡിയാട്രിക് ഡെന്റൽ തന്നെ വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. നോർമൽ ഡെന്റിസ്റ്റുകൾ ചെയ്യൂല കേട്ടോ. ഇപ്പൊ നമ്മൾ ഇമ്മറ്റി ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴും പറഞ്ഞു കുട്ടികളുടെ കാര്യം വേറെ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഡോക്ടറിന്റെ ഒപ്പീനിയൻ എടുത്തിരുന്നു. നമ്മളെല്ലാവരോടും ചോദിച്ചിരുന്നു കേട്ടോ. എല്ലാവരോടും ചോദിച്ചിട്ടാണ് പാച്ചുവിന്റെ കാര്യം നമ്മൾ ഫോർവേഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചാക്കോന്റെ ഒരു ഇഷ്യൂ വന്നപ്പോ നമ്മൾ വേറെ ആരെയും അന്വേഷിച്ചു പോയില്ല. ചാക്കോന്റെ ഡ്രസ്സ് എവിടെ? സൂസു വെച്ച് അല്ലേ? പുൽച്ചാടി ചാടി തുടങ്ങി. പുൽച്ചാടി സ്ലോലി കഴിക്ക്. ബണ്ണ് കഴിക്ക്. പോയിട്ട് ബൈ പറയും. ചിയോ. ഹോസ്പിറ്റലിൽ ആയതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഇനിയിപ്പോൾ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ പറയും. അപ്പം അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. നമുക്ക് റീഇംബേഴ്സ്മെന്റ് ഇൻഷുറൻസ് പറ്റുള്ളൂ. സ്റ്റാർ ഹെൽത്ത് ആണ് കേട്ടോ. കുറെ പേര് ചോദിച്ചു ഇത് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് ആണേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ.